അപ്പം ഞങ്ങളങ്ങനെ ജനനായകൻ അറ്റ് ലാസ്റ്റ് ഇറങ്ങി കണ്ടു. അതായത് ഒരു പക്കാ വിജയ് പടം, ലാസ്റ്റ് പടം ആവുമെന്ന് നമുക്കറിയാൻ പാടില്ല. ലാസ്റ്റ് പടം ആവരുത് എന്നുള്ളത് കാരണം എന്താ അറിയോ, ഇയാളെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട്. സംഗതി ഇടി അടി വെടി പോകുകയാണെങ്കിലും അയാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എല്ലാണ്ട് ഒരു വിജയ് പടം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വിനോദിന് നന്നായിട്ട് അറിയാം. അത് വിനോദ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഒരു വിജയ് പടത്തിന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇതില് ഭഗവത് കേസരി ഓബിയസ്ലി ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. സോ അത് ഫ്രെയിം ബൈ ഫ്രെയിം തന്നെ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും, അത് ഫ്രെയിം ബൈ ഫ്രെയിം അതങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ബട്ട് വാട്ട് എ ദളപതി ഓറ, വാട്ട് എ വിജയ് ഓറ എന്നുള്ളത് അത് വേറെ സ്വാഗാണ്. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബാലയ്യക്ക് അല്ലേ, ബാലയ്യ ചെയ്തത് ഓക്കെയാണ്. ഭഗവത് കേസരി ഓക്കെ മൂവി, വിജയ് എന്ത് ചെയ്താലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണത്. അതെ, നേരത്തെ ഇതൊരു കട്ട വിജയ് ഫാനാണ്. ഇവൻ പറഞ്ഞ പോലെ സ്പൈഡർമാൻ വല വിടുമ്പോ നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ലേ, അപ്പൊ ദളപതി അടിച്ചാ വിശ്വസിച്ചാ പോരെന്ന് വെച്ച പോലെ. അതാണ് ഈ രജനീകാന്ത് വിജയ് സിനിമയൊക്കെ എന്താ അറിയോ, അതങ്ങനെ ആ മൂഡില് കാണുന്ന സാധനമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഞാൻ ആ മൂഡിലല്ല കണ്ടേ. കാരണം ഞാൻ ഈ ഭഗവത് കേസരി ഒക്കെ ഓൾറെഡി കണ്ട പടമാണ്. അപ്പൊ ഇതൊന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ഈ സാധനം ഇങ്ങനെ കാണുന്നു. പിന്നെ കുറെയൊക്കെ ഇതിന്റെ ഗ്രാഫിക്സ് വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ വൻ ശോകം. പിന്നെ ഈ സീൻ ബൈ സീൻ ഇതും, പിന്നെ ഈ വിജയ് സാധനം ഞാൻ നമ്മളെ ലാസ്റ്റ് മൂവി എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അപ്പോഴെങ്ങനെയല്ലോ ഒരാളൊരു സിനിമ നിർത്താൻ പോകുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, അത് വാവ് ആക്കിയിട്ട് വിടുന്നുള്ളത്. ആ എക്സ്പെക്ടേഷനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് സിനിമയാന്നുള്ളത് ചിലപ്പോൾ മൂപ്പര് ചിന്തിച്ചിട്ട് അഭിനയിച്ചതായിരിക്കണം എന്നില്ല. ജയിച്ച എനിക്ക് വേറെ കാര്യം പറയാം, ഇത് ലീക്കാക്കിയതാണോ എന്നൊരു സംശയം ഉണ്ട്. ആദ്യത്തെ ഞാൻ അതാ വിചാരിച്ചത്, ഇത് ലീക്കാക്കിയതാണോ തോന്നുന്നുണ്ട്. ഇത് എന്തോ വൻ ഗെയിം ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. ഇത് ജയിച്ച് വന്നാൽ ഇറക്കാണോ, എനിക്ക് തോന്നുന്നില്ല ഇതിൽ വലിയ പൊളിറ്റിക്സിന്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇനി വെട്ടിഭാഗങ്ങളിൽ ഉണ്ടോ നമുക്കറിയാൻ പാടില്ല. ബട്ട് ഇത് പുറത്തിറങ്ങിയത് കൊണ്ട് വലിയൊരു അല്ലെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതൊന്നും അങ്ങനെ ഫീൽ ചെയ്യിക്കുന്നൊന്നുമില്ല. അപ്പൊ അത് ലീക്കാക്കി ഇത് ഇങ്ങനെ എന്തോ ഒരു ഗെയിം പോലെ തോന്നിയത്. സ്റ്റാലിൻ അല്ല കളിച്ചേ, ഇത് കേന്ദ്ര കളിച്ചതല്ലേ പറഞ്ഞത്. എന്താണെന്നുണ്ടെങ്കിലും ഇത് പുറത്തിറങ്ങിയെന്നെങ്കിലും ഒരു പക്ഷെ ഇത് പുറത്തിറങ്ങിയെങ്കിൽ മൂപ്പർക്ക് 10 വോട്ട് കുറവ് കിട്ടും. അതെനിക്ക് അവസ്ഥ. ഇതല്ലാതെ എനിക്ക് തോന്നുന്നില്ല മൂപ്പര് ഇത് ഇറങ്ങിയോണ്ട് മൂപ്പർക്ക് സീൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സീൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബട്ട് ആ എനർജി, അതായത് മറ്റേ പാട്ടനല്ലേ എമ്മാതിരി സാധനമാണത്. അല്ല ഇതിൽ ആഘോഷിക്കാനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയാം, ആഘോഷിക്കാൻ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് ഇപ്പോ ദളപതി എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റങ്ങളുണ്ടല്ലോ, അതായത് ഒരു ദളപതി സ്വാഗ് ഓറ, ഈ സാധനത്തിനുപരി ഒന്നുമില്ല കേട്ടോ. അതിന്റെ അപ്പുറത്തേക്ക് പടത്തിനകത്ത് ഒരു പിണ്ണാക്കും ഇല്ല. അത് വേറെ കാര്യം. ഒരു പിണ്ണാക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമില്ല. ബോബി ഡിയോൾ വരെ കോമഡി പീസായി പോയി അല്ലേ. എനിക്ക് അയാൾ എന്താ ചെയ്തു വെച്ചേ കഴിഞ്ഞ കുറെ സിനിമയിൽ ഈ ഹിന്ദിയിലൊക്കെ, ആ ചേങ്ങായി കണ്ടല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പീസിന്റെ അപ്പറാക്കി കളഞ്ഞ ചങ്ങേനൊക്കെ കൊണ്ടുവന്നിട്ട്. വിവേക് ഒബ്രോയോ? അങ്ങനെയല്ല, വിവേക് ഒബ്രോയ് എന്ന് പറഞ്ഞ നടൻ നമ്മൾ കണ്ട ഹിന്ദി സിനിമയിലും മലയാള സിനിമയിലും ഹീസ് ദിസ് അല്ലേ. അയാള് അതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ കണ്ട ബോബി ഡിയോളിന്റെ ഇതിന് മുന്നത്തെ പടത്തിലൊക്കെ അയാൾ ഇവിടെയാണ്. ഇതൊരുമാതിരി ഓയ്യോ സഹിക്കാൻ പറ്റിയില്ല. ബാക്കി ആരെയും സഹിച്ചിട്ടില്ല, ഉള്ള കാര്യം പറയല്ല. മമിതാ ബൈജു അല്ലേ പിന്നെയും അടിപൊളിയായിരുന്നു. മമിതാ ബൈജു കുറെ സ്ഥലങ്ങളില് നല്ല വലിയൊരു ഓപ്പർച്യൂണിറ്റി. സാധാരണ തമിഴില് ഈ അനിയത്തിമാരാണ് ഓവറാക്കണത്, അതില്ലാണ്ട്. അല്ല, മമിതാ ബൈജുവിന്റെ പ്രത്യേകത എന്താ അറിയോ, മമിതാ ബൈജു ഒരു ക്യൂട്ട്നെസ്സും ഓക്കെയാണ്. ഇനി അല്ലാത്തൊരു ഇമോഷണൽ സാധനം ചെയ്യാനും മമിതാ ബൈജു ഓക്കെയാണ്. ആക്ഷൻസ് വരുമ്പോഴും മമിതാ ബൈജുവിന് എല്ലാം സൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ് മമിതയ്ക്ക്. അതൊരു ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നി. ആക്ട്രസിന്റെ ഒരു ക്വാളിറ്റിയും കൂടിയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് അഭിനയിച്ചു എന്നുള്ളത്. അല്ല, അവരെന്താ അറിയോ, ഇവരെ ആരെയും ഓവർ ഷാഡോ ആയി പോയില്ല. ശരിക്കും വിജയിന്റെ ഒരു ഓവർ ഷാഡോ മമിതയ്ക്ക് കിട്ടാനുള്ള എല്ലാ
സീനുകളും ഉണ്ടായിരുന്നു അതിനകത്ത്. ബട്ട് അതൊന്നും ഇല്ല. മമിതാ ബൈജുവിൻ്റെതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഓറ കീപ്പ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നടി പോലും വിജയന്റെ ഒരു ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലെ. പൂജ ഹെഗ്ഡെ ഒന്നും ഇല്ല, ഓവർ ഷാഡോ ആണ്. പൂജ ഹെഗ്ഡെന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ബട്ട് പക്ഷെ പൂജ ഹെഗ്ഡെ ഈ പറഞ്ഞ പോലെ ഒരു നടി എന്നുള്ള നിലയ്ക്ക് അവർക്കൊരു അവരുടേതായ പെർഫോമൻസ് കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വിജയ്, അയാൾ ഇനി എന്തൊക്കെ ചെയ്താലും അത് അയാളെയാണ് നമ്മൾ ഫോക്കസ് പോവുക. പക്ഷെ വിജയും മമിതാ ബൈജുവും കൂടി വരുന്ന കമ്പൈൻ സീനിലൊക്കെ മമിതാ ബൈജു നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജ് റിയൽ ലൈഫിലൊന്നും സിനിമ ക്യാരക്ടർ അല്ല. അത് ഞാൻ ആലോചിച്ചത് ഇപ്പൊ ഈ റീസെന്റ് ഈ പ്രശ്നങ്ങളും കൂടി നടക്കുന്നുണ്ടേ. അയാൾ എന്തിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യണോ എന്ത് ചെയ്യണോ, അയാൾ സിനിമയിലുള്ള ക്യാരക്ടർ വേറെ ഒരു സാധനമായി പോയി. പക്ഷെ അത് കാണുമ്പോ നമുക്ക് അല്ലേ ആ ഞാനത് ഇപ്പത്തെ അയാള് പക്ഷെ ഭയങ്കര അല്ലേ അടിപൊളിയായിട്ടോ. അയാള് പ്രകാശ് രാജിന്റെയും ബോബി ഡിയോളിന്റെയും ഒരു ഫസ്റ്റ് അവരുടെ ആ ഒരു ഇന്ററാക്ഷൻ സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പാസ്റ്റ് സാധനം പോലെ ഒരു ഐറ്റം. ആ സാധനത്തിനൊക്കെ ഇയാൾ കാണിക്കുന്ന ഒരു മാസമുണ്ട്. അതൊക്കെ പക്ക മറ്റേ തമിഴ് ലോക്കൽ വില്ലനീസ് അല്ലേ ആ സാധനം ഉണ്ടല്ലോ. അത് പുഷ്പം പോലുള്ള അയാൾ ഇതിലും വലുത് ചെയ്ത ആളല്ല. അയാൾക്കെന്താ അയാൾ ഓവർ ആക്കിയ എങ്ങനെയല്ല, അത് വേറെ കാര്യം. അയാൾ എത്രയോ സിനിമയിൽ ഓവർ ആക്കിയിട്ടുണ്ട്. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം എന്നല്ല കേട്ടോ പറഞ്ഞേ. അയാള് ഹൈ സാധനങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ച ഒരാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് കേക്ക് വാക്കാണ്. ബട്ട് സ്റ്റിൽ അയാൾ ഓക്കെ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ അനാവശ്യ സാധനങ്ങളാണ് മറ്റേ ഐറ്റങ്ങളൊക്കെ. RC വാർ, ഡ്രോണ്, റോബോട്ട്, അതൊക്കെ എന്ത് പിണ്ണാക്കിനാണ് എന്നുള്ളത് ഒരു പിടുത്തൊക്കെ കിട്ടിയില്ല. എന്തൊലക്കെ കാണിക്കാനാണ് ആ സാധനം. അല്ലെങ്കിൽ കാണിക്കുകയാണെങ്കിൽ അത് കുറച്ച് മെച്ചത്ത് കാണിക്കണം. ഒന്ന് ഇത്രയും കോടികൾ പൊട്ടിക്കുകയാണ്, നല്ല ടെക്നീഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ എടുത്തൂടെ, അതില്ല. ഇതെന്താ പറയുക, ഈ പടം എടുത്തപ്പോഴേ എനിക്കൊരു കാര്യം ഉറപ്പാണ്. ഇവർ ഉറപ്പിച്ചത് ദളപതിയാണ് ഇത് ഓടും. അത് മാത്രമേ ഒരു മുന്നിക്ക് കണ്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഒരു സിനിമ അവിടെ കോപ്പി അടിക്കാണ്ട് അത് കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, എന്നിട്ട് ഇത് ദളപതി ആയതുകൊണ്ട് ഇത് ഓടും. എന്തോ ഭാഗ്യത്തിന് പടം ലീക്കായി. മന്ത്രിയതല്ല, പടം ലീക്കായി. കറക്റ്റ് ടൈമിൽ ഇയാള് മന്ത്രി. ഇത് ആദ്യമായിട്ടാവുമല്ലോ ഒരു മന്ത്രിയുടെ സിനിമ മന്ത്രിയായിട്ടിരിക്കുമ്പോ, അതായത് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോ അല്ലേ. മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ആയിരിക്കും മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന ഒരാളത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അതിന് മുന്നേ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ നമുക്കറിയാൻ പാടില്ല. പക്ഷെ ആ സാധനം വന്നത് കറക്റ്റാണ്. പിന്നെ ആരൊക്കെ വന്നു പോയ ഏയില് MGR അതന്നെ ആ സാധനത്തിൽ എല്ലാരും ഉണ്ടായിരുന്നു അതിനകത്ത്. അയ്യോ വിജയിന്റെ സ്വന്തം 3 ആൾക്കാരെ നമ്മളിപ്പോ പറയണ്ട. അത് അതൊക്കെ ലീക്കായി പോകുന്നുണ്ടല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. എല്ലാരും കൊണ്ടുപോയിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ. പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പൊ പേര് തന്നെ ആ സാധനം ഉണ്ട്. TVക്ക് പേര് തന്നെ ആ സാധനം വെച്ചിട്ടുണ്ട്. കയ്യിലെ ടാറ്റു, ഈ ടാറ്റു ഒരു ഭയങ്കര കോൺട്രവേഴ്സി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു ആ ടാറ്റു മൂപ്പര് മുഖ്യമന്ത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ടാറ്റു വെട്ടിയ ഭാഗങ്ങളിലൊക്കെ ടാറ്റു രണ്ടാമതും തിരിച്ചു വന്നതായിട്ട് കാണാനുള്ള ഒരു നമുക്ക് പല സമയത്ത് ഇളകുന്ന മനസ്സിലാവുന്നുണ്ട്. ഇല്ലാതെയുള്ള സീനുകളുണ്ട്, മാറി വരുന്ന സീനുകളുണ്ട്. കയ്യിലെ ടാറ്റു പല രീതിയിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് കയ്യിൽ. പക്ഷെ എന്താ പറയാ, എടാ എനിക്ക് അത് മാത്രമൊന്നല്ല, എനിക്ക് എല്ലാ ശ്രദ്ധയും വെട്ടി അടിച്ച് കൊന്നോണ്ടിരിക്കുക. ഒരുത്തനെ വെട്ടി തീർത്തോണ്ടിരിക്കുമ്പോ ഒരുത്തൻ പിന്നെ കൂടി കോട്ടിട്ട് പെരുമ്പാച്ചില് കണ്ട മൊഴിയോടി ചെങ്ങ എല്ലാം കൂട്ടിനകത്തല്ലേ കിടക്കണേ. ഇവരെ ചത്തോർന്ന് നീച്ച് ഓടിയോ? അത് ഫസ്റ്റ് കൂട്ടിട്ട് വന്നവരാണ്. ഏത് അതൊന്നുകൂടി കണ്ടാൽ മനസ്സിലാവും. കൂട്ടിട്ട് വന്ന ടീമാണ് പോയത്. അതേപോലെ എല്ലാരും കൂടെ ഇരുമ്പിന്റെ കൂട്ടിലാക്കിയപ്പോ ആശാന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം. അതൊന്നും ചോദ്യമില്ല. വിജയ് സിനിമയിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. അതൊക്കെ അണ്ണൻ എങ്ങനെ വരും? ഇവിടെ കണ്ട അണ്ണനെ നാളെ അവിടെ കാണും, മനസ്സിലായോ? അതൊന്നും ചോദ്യമില്ല. അണ്ണൻ മിന്നലിനേക്കാൾ വേഗതയിൽ ഓടും, തോറിന്റെ ശക്തിയിൽ അടിക്കും. അതാണ് അണ്ണൻ. പക്ഷെ ഉണ്ടല്ലോ ആ ഡാൻസ് മോനെ, ആ എത്ര ഒരു 2-3 മിനിറ്റ് കളിച്ചിട്ടുണ്ടത്. 2 മിനിറ്റ് എങ്ങനെയുണ്ടോ സാധനം അല്ലേ? ഡാൻസിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഡാൻസിലൊക്കെ ചെങ്ങായി ഒരു രക്ഷ പാടും ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ നന്നായി പാടും. ഡാൻസ് ഓരോ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളി. ഇനി ഇത് ഇന്ന് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും നന്നായി പാടില്ല. ലാലേട്ടൻ എത്ര ടെക്നോളജി ഉപയോഗിച്ച് പാടിയിട്ട് നന്നാവണില്ല. അവിടെ ചെങ്ങായി നല്ല പാടും ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഈ ഇതുണ്ടല്ലോ നമ്മളെ ഇതിന് നല്ല മാറ്റണ്ടാ.
ഇതിന് ഭയങ്കര മാറ്റമുണ്ട്. ഈ ബ്ലാസ്റ്റ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടല്ലേ, മറ്റേത് മൂപ്പര പാട്ടിന് ഒരു പോക്ക് ഇങ്ങനെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പാട്ട് അത് ഹൈ പാട്ടാ. അതിന്റെ ഒരു ലോ വേർഷൻ പോയതുണ്ട്, നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ? തുടക്കത്തില് ഈ തളപതി കച്ചേരി അതിന്റെ ഒരു ലോ സാധനം ഇങ്ങനെ പോയി, അത് നൈസായിരുന്നു ആ സാധനം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും എനിക്ക് അത്ര ഏറ്റിട്ടില്ല കേട്ടോ. അതുള്ള കാര്യം പറയാം. അത് ഇങ്ങനെ ഒന്നും കാണിച്ചാൽ പോരാ. ഏത് രാവണ ഭവന, അത് ആ സാധനം അതിന് കുറച്ചും കൂടി എലിവേഷൻ കൊടുക്കണം. എലിവേഷൻ അല്ല കേട്ടോ, എലിവേഷൻ കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രശ്നം. പക്ഷെ അണ്ണാവൊക്കെ എലിവേഷൻ കൊടുക്കണം എന്ന് മലയാളത്തിൽ ഒരുത്തം പറഞ്ഞു എന്ന് പറയാം. അതല്ല എലിവേഷൻ നല്ല പറഞ്ഞത്, എലിവേഷൻ. കാരണം ഈ രാവണഭവൻ വരുന്ന സാധനം തന്നെ മൂപ്പര ബൈക്ക് സീനാണ്. പക്ഷെ അതിനൊരു പഞ്ച് കിട്ടിയില്ല കേട്ടോ. അത് കുറച്ചുകൂടി പഞ്ചിലടിക്കേണ്ടത്. അത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ. അല്ലേ ജാവേല് വരുന്നല്ലടാ, അത് ഒരുമാതിരി ലാലേട്ടൻ കുറച്ച് മെലിഞ്ഞ് ബൈക്ക് വരുന്ന പോലെ ഉണ്ടായിരുന്നു ഇല്ലേ, ഇങ്ങനെ തോളൊക്കെ സെറ്റ് ഇങ്ങനെ സാധനം. പക്ഷെ ഐ എക്സ്പെക്ടഡ് ആ രാവണഭവൻ കുറച്ചും കൂടി സെറ്റ് ആവണ്ടി. അണ്ണനെ പറ്റി പറഞ്ഞ സംഗതി ഞാൻ പറഞ്ഞോ, ശ്രീനിവാസന്റെ മാതിരി കേട്ടോ പറഞ്ഞ. പിന്നെ ബാത്റൂം പോകാൻ കേട്ടിരിക്കുന്നു, സൗണ്ട് കണ്ടുപിടിക്കാൻ പോയിക്കണു. എന്റെ പല സൗണ്ടും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പടം അങ്ങേരുടെ ലാസ്റ്റ് പടം എന്ന് പറയപ്പെടുന്ന പടമായതുകൊണ്ട് പറയാൻ പറ്റില്ല. മൂപ്പര് ഈ പടം ലീക്കായപ്പോൾ വേറെ പടം എനിക്ക് കമ്മിറ്റ് ചെയ്തെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അഭിനയിച്ചാലും ഇല്ലെങ്കിലും ഈ ദളപതി പടം തിയേറ്ററിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഓളം അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ അത് കൂടുതലൊരു പുണ്ടാക്കുതിൽ എക്സ്പെക്ട് ചെയ്യണ്ട. ടെക്നിക്കൽ ക്വാളിറ്റി ഒരു ഇണ്ടിയില്ല. ഡയലോഗുകൾ ഉണ്ട് ഇഷ്ടം പോലെ അല്ലെ, വാരി വേദറി മൂപ്പര. അത് ഇങ്ങനെ പറയാൻ പറ്റും, പച്ചത്തെറി അപരാധമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയം അല്ല പറഞ്ഞിട്ടുള്ളേ, കൊറേ സാധനങ്ങൾ വെറും അപരാധങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മ്യൂട്ടാക്കി കളഞ്ഞത്. അല്ലാത്ത സാധനങ്ങളൊക്കെ അത്യാവശ്യം ഫാൻസിനെ വെറു പിടിപ്പിക്കാനുള്ള എല്ലാ എലമെന്റ്സും ഉള്ള ഒരു പടം, ഒരു ദളപതി പടം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അണ്ണനെ കാണാം. തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തളപതി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആ ഒരു ഫസ്റ്റ് ഹാഫ് വന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ജനനായകനാക്കി. അത് മൊത്തത്തിലാണ് മാറ്റിയിട്ട് ഫുൾ ജനനായകൻ എന്നുള്ളതാണ് ആക്കി കളഞ്ഞത്. ആ പാട്ട് എനിക്ക് രണ്ടാമത് ചെയ്ത പോലത്തെ ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ട് പാട്ട്. പക്ഷെ ആ മറ്റേ സീൻ അടിപൊളിയായിരുന്നു കേട്ടോ. 2 ആനേന്റെ നടുവിൽ മൂപ്പര് നടന്നു TV ചിഹ്നം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആകെ മൊത്തം ഈ വിജയ് ഓറ അല്ലെങ്കിൽ ആ വിജയുടെ ലാസ്റ്റ് സാധനം എന്നുള്ള രീതിയിൽ ആസ്വദിക്കാൻ പറ്റും നമുക്ക്. ആ മൂഡ് കാണണം കേട്ടോ, ആ മൂഡ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ധ്യാൻ അഭിനയിച്ചതിനേക്കാൾ കൂറപ്പടം അപരാധം എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നും. ഈ സാധനം ഒട്ടും വർക്കാവൂല. അസൈസ് മലങ്കൾട്ട് സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക് പടത്തിൽ ഒരു ഞാൻ പറഞ്ഞ ഒരു കിണ്ടി ഉണ്ടാക്കൂല. അങ്ങനത്തെ രീതിക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫാൻസിൽ ആഘോഷിക്കുക. തമിഴ്നാട്ടിൽ ചിലപ്പോൾ അല്ലേ, ഇവിടെയുള്ള ഫാൻസ് ഇത് ആഘോഷിച്ച് കൊണ്ടാടും. അതൊക്കപ്പുറം ടെക്നിക്കൽ വൈസൊക്കെ ബ്ലണ്ടറാണ്. സ്റ്റോറി ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഈ മറ്റോള് ഇവിടുന്നാണ് ആ ചട്ടി തലയിൽ വെക്കില്ലേ ഒരു സാധനം, വിഗ് അല്ല മറ്റേ തുണി, പ്രിയാമണി. അതെന്താ എനിക്ക് ചട്ടി തലയിൽ വെച്ച് വിൽക്കാൻ കൊണ്ടുപോകുന്നവരുണ്ടാവില്ലേ തലയിൽ സാധനം. എന്തിനാ വിഗ് വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ മനസ്സിലായില്ല എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളത്. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു മോനെ. അതൊക്കെ എന്താ ഐറ്റം മനസ്സിലാവണം. കൊറേ മുന്നേ സിനിമയിൽ വെക്കാൻ വെച്ചതോ അതേപോലെ മൂപ്പരെ ഏറ്റവും ലാസ്റ്റ് നിരപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സിനിമയിൽ കുമ്മായത്തിലും ഇല്ലേ ജനാർദ്ദനൻ, അതുപോലെ വൈറ്റ് വാഷ് തലയൊക്കെ ആയിട്ട് അങ്ങനെ ഫ്രണ്ട്സത്തെ മറ്റേ വൈറ്റ് വാഷിൽ വീണ സീൻ പോലെ ഉണ്ട്. ലാസ്റ്റ് ആ വൈറ്റ് ഷർട്ട് വരുമ്പോ നല്ല ഭംഗിയുണ്ട്. മൂപ്പര് സ്വാഗ് ആണ്, ഭയങ്കര ഭംഗി ഇയാളെ കാണാൻ സ്ക്രീനകത്ത്. നമുക്ക് എന്താ പറയാ, കുറെ അതിൽ കണ്ടിട്ട് അതിൻ്റെതാണ് ഭയങ്കര രസമാണ് ഇയാളെ കാണാനും. ഇയാളുടെ ഡയലോഗ് ഡെലിവറിയും ഇയാളുടെ മാസ് കാണിക്കലൊക്കെ ഭയങ്കര സംഗതി ഭയങ്കരമാണ്. പച്ചപ്പൊളി പാടാണെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഇയാളുള്ളതുകൊണ്ട്, ഇയാളെ ഈ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇയാള് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരും. ഇയാള് ഇത് ഐ ആം വെയിറ്റിംഗ് എന്താണ് കമ്മിങ് ആ സാധനം അതിങ്ങനെ തരും. ആ സാധനം ഉണ്ട്. പക്ഷെ അനിരുദ്ധ എന്താ പറയുക, എനിക്ക് BGM ഭയങ്കരമായിട്ട് ഇതാക്കിയാണോ ലോ ആക്കി കളഞ്ഞു.
സത്യത്തിന് അതിനെ എനിക്ക് ഒട്ടും കിട്ടിയില്ല അതിന്. അതൊന്നും ഒരു സാധാരണ ഇങ്ങനെ അല്ല. ഇനിയിപ്പോ ജയിലർ 2 വരുമ്പോഴത്തേക്ക് അതൊന്നും ഇല്ലേ കൗണ്ടർ ചെയ്ത് വെച്ചാൽ മതി മൂപ്പര്. അതിന് വേറെ തന്നെ ആവും. അത് ഇതിനും കാട്ടി ഡബിൾ ആവുമല്ലോ ഇത് വിജയ്ക്ക് ഇങ്ങനെയാണെങ്കിലേ. അല്ല വിജയ്ക്ക് കയറാൻ മൂപ്പര് ഫാൻ ബോയ് ആണ് മറ്റേ ആളെ. അതുകൊണ്ട് പിന്നെ അത് ഡബിൾ അടിക്കാതിരിക്കില്ല, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. വിജയ് കിട്ടി അതേ കയ്യടിയൊന്നും അനിരുദ്ധ് ഇതിൽ വന്ന പാട്ടിൽ കണ്ടപ്പോ. പക്ഷെ എന്നാലും അനിരുദ്ധ് മ്യൂസിക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ സാധനം ഭയങ്കര മിസ്സിങ് ആയിരുന്നു. സത്യം സൂര്യ സിനിമാറ്റോഗ്രാഫി സൂര്യൻ അവന് രണ്ടാമതൊന്നും കൂടി വിടണം തോന്നുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി എഡിറ്റർ ആരാണ്? പ്രദീപ് ഈ രാഘവ്. എന്റെ പൊന്നാളിയാ, ഒന്നും പറയണ്ട. ശരി, ടെക്നിക്കൽ വശം ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ദളപതിനെ കാണാ, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, പിന്നെ ഈ സിനിമയെ കുറിച്ച് മറക്കുക. ദാറ്റ്സ് ഇറ്റ്.